ആരാണ് നമ്മുടെ സുഹൃത്ത് എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ്. ആരൊക്കെയാണ് നമ്മുടെ സുഹൃത്തുക്കൾ? നമ്മുടെ കൂടെ നടക്കുന്ന, നമ്മുടെ പേരും അച്ഛൻ്റെ പേരും വീട്ടുപേരും എല്ലാം അറിയുന്നവരോ? അങ്ങനെയാണെങ്കിൽ പിന്നെ ആധാർ കാർഡ് മതിയല്ലോ, സുഹൃത്ത് വേണമല്ലോ. നമ്മുടെ പ്രശ്നങ്ങളെ കേൾക്കാനും വേണ്ടയിടങ്ങളിൽ നമ്മളെ ചേർത്ത് പിടിക്കാനും സാധിക്കുന്നവരാണ് നമ്മുടെ യഥാർത്ഥ സുഹൃത്ത്. നമുക്ക് പറ്റിയിട്ടുള്ള ഏതൊരു തെറ്റും തുറന്നു പറയാനും അതിനുവേണ്ട ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും തന്ന് നമ്മോട് ചേർന്ന് നിൽക്കാനും കഴിയുന്നവരാണ് നമ്മുടെ യഥാർത്ഥ സുഹൃത്ത്. അല്ലാതെ നമ്മുടെ സുഖത്തിൽ നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കുകയും കഷ്ടകാലത്ത് നമ്മളെ വിട്ടുപോവുകയും ചെയ്യുന്ന ഒരാളാവരുത് നമ്മുടെ സുഹൃത്ത്. നമ്മുടെ മാനസികാവസ്ഥയിൽ അതേ മാനസിക നിലവാരമുള്ള ആളുകളായിരിക്കും നമ്മുടെ സുഹൃത്തായിട്ട് വരിക എന്നാണ് ആകർഷണ നിയമം പോലെയുള്ള നിയമങ്ങൾ പറയുന്നത്. ശരിയാണ്. കാരണം നമ്മുടെ അതേ നിലവാരത്തിലുള്ള ആളുകളാണ് നമ്മളിലേക്ക് എത്തിച്ചേരുക. അങ്ങനെ ചേർന്ന് വരുമ്പോഴും ഇവരൊക്കെ എല്ലാ കാലത്തും നമ്മുടെ സുഖ ദുഃഖങ്ങളിൽ കാലഘട്ടങ്ങളിൽ ചേർന്ന് നിൽക്കാൻ കഴിവുള്ളവരാണോ എന്ന് ശ്രദ്ധിക്കേണ്ടതും തിരിച്ചറിയേണ്ടതും നമ്മുടെ മാത്രം ഉത്തരവാദിത്തമാണ്. ഒരാണിനെ എപ്പോഴും ഏറ്റവും നല്ല സുഹൃത്ത് പെണ്ണായിരിക്കും, പെണ്ണിന് ഏറ്റവും നല്ല സുഹൃത്ത് ആണുമായിരിക്കും. വർത്തമാനകാലത്ത് ഇത്തരം സൗഹൃദങ്ങൾ, ഒരുപാട് തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടാകുമെങ്കിലും എല്ലാം തുറന്നു പറയാൻ കഴിയുന്ന ആളുകൾ എപ്പോഴും ഓപ്പോസിറ്റ് ജെൻഡർ ആയിരിക്കും. ഒരു ആളെ മനസ്സിലാക്കുക എന്നത് അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ നമ്മുടെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്ന ഒരാൾ അത്രയും നമുക്ക് വേണ്ടപ്പെട്ടവരായിരിക്കണം, നമുക്ക് അത്രയും അറിയുന്നവരായിരിക്കണം. നമുക്ക് അവരെ കൊണ്ട് ഒരു ഗുണങ്ങളും ഉണ്ടായിട്ടില്ലെങ്കിലും ഇനി കേവലം ഒരു ദോഷമില്ലാതെ നോക്കാനുള്ള ഉത്തരവാദിത്തമെങ്കിലും നമുക്ക് ഈ സുഹൃത്തിനെ കൊണ്ടുണ്ടാവണം. അതെങ്കിലും ശ്രദ്ധിക്കാൻ നമ്മൾ തയ്യാറായേ മതിയാവും. അതുകൊണ്ട് നാം പോലും അറിയാതെ നമ്മുടെ ശത്രുക്കളുടെ അടി നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഏറ്റുവാങ്ങാം. നാം പോലും അറിയാതെ നമ്മെ ശിക്ഷിക്കുന്ന നമ്മുടെ മിത്രങ്ങളുടെ അടി നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഗുഡ് ബൈ.